അതും കുറേ അക്കന്മാരാണ് രമേശ് പിഷാരടി തടഞ്ഞത്. കുറേ അക്കന്മാർ കടിച്ചുകൾ അയാളെ വഴിയിൽ തടയുന്നു. അമ്പലത്തിൽ പോകലെന്ന് ഈ തടഞ്ഞവളുടെയൊക്കെ അച്ഛൻ്റെ പോലെയാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മലയാളിയുടെ ജട്ടി വിറ്റുണ്ടാക്കിയ ബ്ലാക്ക് മണിയിൽ ഒരു മിനിമം ഒരു 30 കോടി രൂപ പൊയ്ക്കണമെന്നാണ് പറയുന്നത്. യുവമാരി 6-7 വിവരദോഷികളെ സിനിമാക്കാരെന്ന് ലേബലിൽ നടക്കുന്ന 6-7 വിവരദോഷികളെ പിടിച്ച് നിർത്തിയത്. അതിലൊരു പെണ്ണുപിള്ളയെ കാണണം. രണ്ടാം കെട്ട് ഭർത്താവുമായിട്ട് ഇറങ്ങി ക്യാമറ മുമ്പ് കിടന്ന് തുള്ളി കളിച്ച് ചാക്ക തേങ്ങ താമര എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കളിയായിരുന്നു ആ പെൺകുട്ടി ആ സ്ത്രീ കളിച്ചതെന്നറിയാം. ഒരു സഹമന്ത്രിയായിരുന്നു വഷളം ചിരിയുമായി ഈ മണ്ടൻ്റെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനെ സിറ്റടിക്കുന്നത് താഴെ വെച്ച് നല്ല വാക്ക്. റിപ്പോർട്ടർ ചാനലിലെ മൊട്ട ആരെന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ചക്കയും കൊണ്ട് നടന്ന ചെറുക്കനാണെന്ന് പറയുന്നു. കേരളത്തിൽ കേട്ട് കഴിവ് പോലും ഇല്ലാത്തതാണ്. പട്ടപ്പകൽ ഒരു വീട്ടിലെ വോട്ടിനായി 5000 രൂപ ഒരു പെണ്ണുമ്പിള്ള തലയിൽ കുടമില്ല പൂവൊക്കെ വെച്ച് സന്ധ്യയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് പോലെ വേഷം കെട്ടിക്കൊണ്ട് കൊടുത്തത് കയ്യോടെ പൊക്കിയപ്പോൾ കേട്ട അത് അങ്ങനെ കൊടുത്തത് കണ്ട് ഒരു ക്യാമറയിലൊക്കെ പറത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞ തെറികൾ നിങ്ങൾ കേട്ടില്ലേ? കാര്യം എന്താ പറഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും കോമഡി സമ്മാനിച്ച വേറൊരു പാർട്ടിയില്ല. അപ്പം പാർട്ടികളും പാർട്ടി അണികളും അങ്ങനെ തന്നെ ആണല്ലോ. സോഷ്യൽ മീഡിയ മൊത്തം അവരായിരുന്നു കൈയടക്കിയത്. കുറെ സോഷ്യൽ മീഡിയക്കാരെ അവരങ്ങ് വിലക്കെടുത്ത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തില് വിടുവായുത്തരങ്ങളൊക്കെ പറഞ്ഞ് തോറ്റുപോയ എല്ലാവർക്കും ഇപ്പൊ അത് ഒരുപാട് വിനയായി മാറിയേക്കാണ്. കാര്യം അവരെ വെച്ചുകൊണ്ട് ട്രോൾ മഴയാണ്. അതിനൊക്കെ വിശദീകരണമായിട്ട് അവർ വീഡിയോ ആയിട്ട് ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ട്, അല്ലെ ബൈറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇപ്പോഴും സോഷ്യൽ മീഡിയ സജീവമാണ്. ആൾക്കാർ അതൊക്കെ വെച്ച് പലതരത്തിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ നമ്മുടെ ഗാന്ധികുള ദിനേശേട്ടന്റെ ഒരു ടോക്കാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ആശയപഹാസ്യത്തിലെ ഒരു താത്വിക ആചാര്യൻ തന്നെയാണ് ഈ പറയുന്ന പുള്ളി. അപ്പൊ ആ പുള്ളിയുടെ വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നീ എന്താ ബാക്കിയുള്ളവരുടെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യുന്നത് ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലും ഇതുപോലത്തെ വീഡിയോസും ഒക്കെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എടുത്ത് എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരുപാട് വീഡിയോകൾ ദിവസം കാണുന്നത് കൂട്ടത്തിൽ നമ്മുടെ വീഡിയോകളൊന്നും നമ്മളെ ഒന്ന് സപ്പോർട്ട് താ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് പുള്ളിയുടെ ആ ഒരു നർമ്മം കലർന്ന വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ സിനിമാക്കാരുടെ ബ്രാൻഡില് മറ്റേ മുതലാളിയുടെ സ്ഥാനാർത്ഥിയായി ചക്കയും കൊണ്ട് കിടന്ന ചിലരുണ്ട്. സമ്മതിക്കണം കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് മലയാളിയുടെ ജട്ടി വിറ്റുണ്ടാക്കിയ ബ്ലാക്ക് മണിയിൽ ഒരു മിനിമം ഒരു 30 കോടി രൂപ പൊയ്ക്കണമെന്നാണ് പറയുന്നത്. യുവമാരി 6-7 വിവരദോഷികളെ സിനിമാക്കാരെന്ന് ലേബലിൽ നടക്കുന്ന 6-7 വിവരദോഷികളെ പിടിച്ച് നിർത്തിയല്ലോ. അതിലൊരു പെണ്ണുപിള്ളയെ കാണണം. രണ്ടാം കെട്ട് ഭർത്താവുമായിട്ട് ഇറങ്ങി ക്യാമറയുടെ മുമ്പ് കിടന്ന് തുള്ളി കളിച്ച് ചാക്ക തേങ്ങ താമര എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കളിയായിരുന്നു ആ പെൺകുട്ടി ആ സ്ത്രീ കളിച്ചതെന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് ഈ ജട്ടി മുതലാളിക്ക് ഒരു 25-30 കോടി രൂപ സ്വാഹ ആയി. അപ്പോൾ ഇനിയുണ്ടല്ലോ പൂരം എന്നാണ് പറയുന്നത്. താമര ചക്കരയാകും, അല്ല താമര ചക്കയാകും, ചക്ക വിരിച്ചാൽ താമരയാകും എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഇളക്കം ഇളങ്ങി സിനിമാക്കാരുടെ പേരും പറഞ്ഞിറങ്ങിയ ഒരു പെണ്ണും പിള്ളയും വെളിവില്ലാത്ത ഒരു ചെറുക്കനും 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്നു എന്ന് റിപ്പോർട്ടറിലെ മൊട്ട അരണ്ണെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് ഈ ചെറുക്കൻ വീമ്പ് പറഞ്ഞപ്പോൾ ഞാൻ അയാളെയല്ല നോക്കിയത്, അവൻ്റെ തൊട്ടടുത്ത് സമീപത്ത് നിൽക്കുന്ന ഒരു ജോലിയും കേന്ദ്രം ഏൽപ്പിക്കാത്ത ഒരു സഹമന്ത്രിയായിരുന്നു വഷളം ചിരിയുമായി ഈ മണ്ടൻ്റെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനെ ചിരിച്ചടിക്കുന്നത് താഴെ വെച്ച് നല്ല വാക്ക്. റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണ് പറയുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ചക്കയും കൊണ്ട് നടന്ന ചെറുക്കനാണെന്ന് പറയുന്നു. അരുൺകുമാർ ഈ ചെറുക്കൻ പറഞ്ഞതുപോലെ തന്നെ വോട്ടെണ്ണിയൻ്റെ ഒന്ന് വായിച്ചു. കോട്ടത്തല അഖിൽ 1ാം സ്ഥാനത്ത്, താഴേന്ന് പക്ഷേ മുകളിലോട്ട് എണ്ണം എന്ന് മാത്രം എന്ന് അരുൺകുമാർ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ ചിരിച്ചുപോയി. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാര 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. മനുഷ്യനായാൽ അല്പം ഉളുപ്പൊക്കെ വേണ്ടേ? നാളെയും ആളുകളുടെ മുഖത്ത് നോക്കാനുള്ളതല്ലേ എന്നുള്ള ബോധം പോലും ഈ ചക്കയും കൊണ്ട് കിടന്ന 5-6 ഇല്ലായിരുന്നു. എന്തോന്ന് റോബിൻ രാധാകൃഷ്ണൻ ഈ ബിഗ് ബോസിൽ പോകുന്ന എല്ലാം മന്ദബുദ്ധി കേസുകളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അലവലാദികളായിരിക്കും. ഇതിൽ ഏത് പക്ഷത്താണെന്ന് എനിക്കുണ്ടാ. അവൻ ചക്കയും പിടിച്ചോണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എല്ലാവരും കൂടെ നിർബന്ധിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാവാന്ന്. മെട്രോ ശ്രീധരൻ സാറിനെക്കാളും അപഹാസ്യനായി. പക്ഷേ ഇവനൊക്കെ തൊലിക്കെട്ടിയുണ്ട്. ചെറുപ്പമല്ലേ, ഇങ്ങനെ നാണം കെടാമോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ബിഗ് ബോസ് പോയ ഏതെങ്കിലും നോർമലായ ഒരാളെ പറഞ്ഞ് ഒരെണ്ണത്തിന് എല്ലാ കൂതറകളും പോകുന്ന പ്രോഗ്രാമായി ബിഗ് ബോസ് അധപ്പതിച്ചു എന്ന് തോന്നുന്നു. മോഹൻലാൽ ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജോലിയില്ല മന്ത്രി, പടം മതിലിൽ വരച്ചു കൊടുത്തവരൊക്കെ തോറ്റു എന്നുള്ളതാണ് വേറെ രസം. ഒറ്റപ്പാലത്ത് പടം വരച്ചിട്ട് എപ്പോൾ ജയിച്ചെന്ന് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ മേജർ രവിയും തോറ്റു. പക്ഷേ ആ തോൽവിയെപ്പറ്റി അധികമാരും പറഞ്ഞു കേട്ടില്ല. നേരത്തെ പറഞ്ഞ കക്ഷികളെ പോലെ മേജർ മണ്ടത്തരങ്ങൾ പറഞ്ഞില്ല, വർഗീയത ഇളക്കി വിട്ടതുമില്ല. അതിനാൽ അദ്ദേഹത്തിന് മീഡിയ അറ്റൻഷനും കിട്ടില്ല. മീഡിയ അറ്റൻഷൻ കിട്ടണമെങ്കിൽ 4 മണ്ടത്തരങ്ങൾ പറയണം, എങ്കിലേ കിട്ടൂ. അപ്പോൾ
തൈപ്പറമ്പിൽ അശോകന എന്തോ യോദ്ധയിൽ പറയില്ലേ, അടുത്ത പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ പോലെ ഈ ജട്ടി മുതലാളി പറയുകയാണ്, ഇനി ഇലക്ഷൻ വരുമല്ലോ, ഇവരെല്ലാം എന്നോട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്ലാക്ക് മണിയിൽ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ കൊണ്ട് കളയുകയാണ്. കാരടി ഒരു അമ്പലത്തിലേക്ക് പോയതിനെ പരസ്യമായി തടഞ്ഞത് പാർട്ടി ഗ്രാമ പരാതി പറഞ്ഞിരുന്നവർ കണ്ടില്ല എന്നുള്ളതാണ്. അതും കുറേ അക്കന്മാരാണ് രമേഷ് പിഷാരടി തടഞ്ഞത്. കുറേ അക്കന്മാർ തടിച്ചുകൾ അയാളെ വഴിയിൽ തടയുന്നു, ആ അമ്പലത്തിൽ പോകലെന്ന് ഈ തടഞ്ഞവളുടെയൊക്കെ അച്ഛൻ്റെ വക പോലെയാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിമാനായതിനാൽ എന്നെ ശ്രീകുമാരൻ തമ്പി കുറേ തെറി പറഞ്ഞപ്പോൾ ഞാൻ ന്യൂട്രടിച്ച് നിന്നതുപോലെ ബുദ്ധിമാനായ പിഷാരടി കയ്യും കെട്ടി നോക്കി ഓടുന്നു. അല്ല ഒരു അക്ഷരം അയാൾ മറുപടി പറഞ്ഞില്ല. കാരണം ഇലക്ഷൻ സമയമാണ്. ഈ അക്കന്മാരുടെ ആരെങ്കിലും ഒരാളെ പിടിച്ച് തള്ളിയാൽ മതി അലുമ്പാവാൻ, അത് വെച്ച് വേറൊരു അക്കന് ജയിക്കാമല്ലോ. പക്ഷേ പിഷാരടി ബുദ്ധിമാനായിട്ട് ഞാൻ ശ്രീകുമാരൻ തമ്പി എന്നെ 10-50 ക്യാമറയും 500 ആളുകളുടെ ഇടയിൽ വെച്ച് തെറി വിളിച്ചപ്പോൾ അയാൾ വിചാരിച്ചെന്താ ഞാൻ അയാളെ തിരിച്ച് ചീത്ത വിളിക്കുന്നു വിചാരിച്ചു. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അവിടെ ന്യൂട്രടിച്ചു. ഇയാൾ വിളിക്കുന്ന തെറി മുഴുവൻ കേട്ടോണ്ട് വിധനത്തിൽ ഇന്നസെൻ്റ് ഇരിക്കുമ്പോൾ ഞാൻ നിന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ വാ തളർന്നപ്പോൾ അദ്ദേഹം ആ പണി നിർത്തി. അതുപോലെ രമേഷ് പിഷാരടിയും ഈ അക്കന്മാരുടെ അട്ടഹാസത്തിൻ്റെ മുന്നിൽ കൈയും കെട്ടി നിന്നു. സംഗതി വിചാരിച്ച പോലെ ആളിപ്പടർത്താൻ അക്കന്മാർക്ക് കഴിഞ്ഞില്ല. പട്ടാപ്പകൽ കേരളത്തിൽ കേട്ടുകഴിവ് പോലും ഇല്ലാത്തതാണ്. പട്ടാപ്പകൽ ഒരു വീട്ടിലെ വോട്ടിനായി 5000 രൂപ ഒരു പെണ്ണും പിള്ള തലയിൽ കുടമില്ല പൂവൊക്കെ വെച്ച് സന്ധ്യയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് പോലെ വേഷം കെട്ടിക്കൊണ്ട് കൊടുത്തത് കയ്യോടെ പൊക്കിയപ്പോൾ പറഞ്ഞ കേട്ട അവർ അങ്ങനെ കൊടുത്തത് കണ്ട് ഒരു ക്യാമറയിലൊക്കെ പകർത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞ തെറികൾ നിങ്ങൾ കേട്ടില്ലേ? രമേഷ് പിഷാരടിയുടെ വിജയം എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം പകരുന്നു. ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മതി അത് നശിക്കാൻ. നിയമസഭയിൽ തുണി പൊക്കി ഭരണിപ്പാട്ട് നടത്തുന്നത് കാണിക്കാതെ പിഷാരടി മലയാളിയെ രക്ഷിച്ചു എന്ന് ഞാൻ പറയും. മറ്റേ കക്ഷി ജയിച്ചിരുന്നെങ്കിൽ അയ്യോ ഊടുതുണി പൊക്കി കാണിക്കണമെങ്കിൽ അതും ചെയ്യുന്ന ബേച്ചായി. കേട്ടല്ലോ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ സ്ട്രാറ്റജി തന്നെ അതാണല്ലോ. പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്കൊരു രാഷ്ട്രീയമില്ല, ഒരു പാർട്ടിയിലും നമ്മൾ വിശ്വസിക്കുന്നുമില്ല. അപ്പൊ എങ്കിൽ ഈ കേരളത്തില് ഒരു പ്രമുഖ പാർട്ടിയിൽപ്പെട്ടവരുടെ സ്ട്രാറ്റജി എന്താണ്? എന്തോരം വിഡ്ഢിത്തരങ്ങൾ പറയുക, അത് സത്യമാണ്, മീഡിയ അറ്റൻഷൻ കിട്ടും. എന്നിട്ട് പിന്നെന്തുവാ ചെയ്യുന്നത്? വർഗീയത പറയുക. ഇതാണ് ഒരു പാർട്ടി. പിന്നെ ആരും അത്ര മോശക്കാരൊന്നുമല്ല. പിന്നെ തെരഞ്ഞെടുപ്പാണ്, ചിലര് ജയിക്കും, ചിലര് തോക്കും. അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും കുറച്ച് ചിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചത്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ എന്തായാലും വളരെ മനോഹരമായിരുന്നു. സോഷ്യൽ മീഡിയക്കകത്തും പിന്നെ മെയിൻ സ്ട്രീം മീഡിയ ന്യൂസ് ചാനലിനകത്തൊക്കെ എന്തുവായിരുന്നു അരങ്ങ്. എന്റെ പൊന്നോ ഒന്നും പറയണ്ട, കോമഡി ഷോ കാണുന്നതിന്റെ തുല്യമായിരുന്നു. അപ്പൊ എന്തായിരുന്നാലും ഒരു പാർട്ടിയുടെ സ്ട്രാറ്റജി തന്നെ തന്നെ കോമാളിത്തരങ്ങൾ പരമാവധി പറയാൻ, മീഡിയ അറ്റൻഷൻ മേടിക്കുക, പിന്നെ കുറച്ച് വർഗീയത പറയാം. ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. എന്തായാലും അവര് തോറ്റത് പിന്നെ ട്രോൾ മഴ തന്നെ ആയിരുന്നു. കാരണം മറ്റൊന്നുമില്ല, അവരെ ഈ വിടുവായിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ അവര് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മുടെ പല തൽപര കക്ഷികളെയും പോലെ മുന്നിലേക്ക് വരാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ അവര് പറഞ്ഞതൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ട്രോള് ആക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവര് പലരും വന്നത് തിരുത്തി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല ഇങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിലായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഈ പുള്ളി നടത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് വേറൊരു ടോപ്പിക്കായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ. തോറ്റവർക്കും പിന്നെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ എത്തിയവർക്കും ഒരു സ്ഥാന സമ്മാനമായിട്ട് കുറച്ച് ഓട്ടെങ്കിലും കിട്ടിയല്ല, സമാധാനിക്കുക. അങ്ങനെ എന്തായാലും വേറൊരു വീഡിയോ കാണാം.